ഹായ്, പൊട്ടേറ്റോയും ചിക്കനും കൂടെ ഒരുമിച്ച് വരുന്ന എല്ലാ ഡിഷസിനും പ്രത്യേകതരം ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലാർജ് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റേതായ രീതിയിൽ കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്, അതായത് ഈ റെസിപ്പിയിൽ നിന്ന് നല്ല കുറച്ച് മാത്രം എടുത്താൽ മതി, ഹാഫ് പോർഷൻ മാത്രം എടുത്ത് ചെയ്താൽ മതി. റെസിപ്പിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തൊലി ചെത്തിയതിന് ശേഷം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ചെറുതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് കാരണം നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തക്കാളി അരിയാനും അങ്ങനെ പല കാര്യങ്ങൾ അരിയാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ വലിയ 5 സവാള എടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. അപ്പം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. 3 തക്കാളിയും, വലിയ 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിട്ടൺ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ ഹാഫ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ആവശ്യത്തിന് പച്ചമുളക്, എനിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. സവാളയുടെ അളവ് കുറച്ചിട്ട് കൊച്ചുള്ളി കൂട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പിക്ക്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കണം. എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി. മല്ലിപ്പൊടിക്ക് മൂപ്പ് കൂടുതലായതുകൊണ്ടാണ് ആദ്യം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇടാൻ പറയുന്നത്. മുളക് പൊടി ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി ആദ്യം അങ്ങ് മൂത്ത് കരിഞ്ഞു പോവും. മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറത്തുമില്ല. ലോ ഫ്ലെയിമിലിട്ട് മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. എരിക്കാൻ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ 3 പൊടികൾ മാത്രമേ ഇതിൻ്റെ പച്ചമണം മാറ്റാനായിട്ട് ഇട്ടിട്ടുള്ളൂ. ഞാൻ ഗരം മസാലയോ മറ്റ് മസാലകളൊന്നും ഇപ്പോൾ ഇവിടെ ഇടുന്നില്ല. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച ഫ്രഷ് ഗരം മസാല ഉപയോഗിക്കുന്നത്. അത് ഞാനൊന്ന് വറുത്ത് പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പച്ചമണം മാറാനായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാത്തത്. ഇനി ചൂട് കെട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഓവർ ഫ്രൈ ആയി കട്ടിയായി പോകണ്ട. ഗോൾഡൻ കളർ വരുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടില്ല. ഇതിനകത്ത് കിടന്ന് വേണം അത് കുക്കാവാനും ഫ്രൈ ആകാനും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു കളർ മതി. കുറച്ചുകൂടെ ഗോൾഡൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ബാക്കിയുള്ള എണ്ണ മാറ്റി ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ട് ഇതേ എണ്ണയിലേക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു കൈപ്പിടി വെളുത്തുള്ളി, ഒരു അര കഷ്ണം ഇഞ്ചി, ഒരു 5-6 കൊച്ചുള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കണം. ഇവിടെയും കൊച്ചുള്ളിയുടെ അളവ് കൂട്ടിയെടുക്കുന്നത് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. ഒരുപാടായി പോയി കഴിഞ്ഞാൽ മധുരയ്ക്കുന്നൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കിഴങ്ങിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. അതിനനുസരിച്ച് മാത്രമേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-2.5-3 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് ഈ വഴന്ന ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന്
ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി ഒരു വാഴയില കൊണ്ട് മൂടി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പച്ചമണമൊക്കെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ മസാല, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചെയ്യുന്ന സമയത്തെല്ലാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ കിടന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പൊടി ഇട്ടത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കും. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും കുറച്ച് വെള്ളം, അത് കൺസിഡർ ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് നല്ലൊരു ഗ്രേവി പോലത്തെ ഒരു കറിയല്ല, ഒരു സെമി ഗ്രേവി അല്ലെങ്കിൽ ഒരു റോസ്റ്റഡ് പരുവത്തിലിരിക്കുന്ന ഒരു കറി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം നല്ല കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വാഴയില വെച്ച് മൂടി ബാക്കിയും കൂടെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോമിൽ വന്നോളും. ഒരുപാട് ഗ്രേവിയും അല്ല, ഒരുപാട് തിക്കും അല്ലാത്തൊരു പരുവത്തിൽ വന്നോളും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ ഗരം മസാല, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോസും കുറച്ചധികം തന്നെ നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പകുതി കുക്കായതിന് ശേഷം നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ്, എരിവ് എല്ലാം നോക്കിയിട്ട് വേണം. ഏറ്റവും അവസാനം കുരുമുളക് ഇടാനും ഉപ്പിടാനും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് എല്ലാം കൂടെ അത് സെറ്റായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ദോശ, അപ്പം, പുട്ട്, ഇതിൻ്റെയൊക്കെ കൂടെ, ഇടിയപ്പം, ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം. അത് മാത്രമല്ല ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയും ഇത് നന്നായിട്ട് പോകുന്നൊരു കോംബോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.